അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനമുള്ള നേതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ ക്യാമ്പ് ആദ്യം മുതൽ അന്ത്യം വരെ അവൻ്റെ പൂർണ്ണ പൊരുത്തം ലഭിക്കുന്നതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് വർദ്ധിക്കുവാൻ കാരണമാകുന്നതും ആയി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഈ മഹത്തായ മഹബ്ബ ക്യാമ്പയിൽ ചർച്ച ചെയ്യേണ്ട വളരെ അനിവാര്യമായ ഒരു ടോപ്പിക്കാണ് സുന്നത്തുകൾ. പ്രധാനപ്പെട്ട 5 സുന്നത്തുകളെ, അതിൻ്റെ മഹാത്മ്യങ്ങളും അതിനാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളുമാണ് ഈ വിഷയത്തിൽ പ്രധാനമായും ആദ്യമായി സുന്നത്തുകളെ കൊണ്ട് നമുക്ക് എന്താണ് നേട്ടം എന്നത് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മൊത്തത്തിൽ സുന്നത്തുകൾ നിർവഹിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ചര്യയായി കൊണ്ട് നടന്നാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? 5 നേട്ടങ്ങൾ പ്രധാനമായും സുന്നത്ത് പിൻപറ്റുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓരോരോ സുന്നത്തിൻ്റെയും പ്രത്യേകമായ പ്രതിഫലങ്ങൾ വേറെയുണ്ട്. ഞാൻ ആമുഖമായി പറയാണ്. 5 നേട്ടങ്ങൾ. 1, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതാണ്. തഖ്വ മുത്തഖീങ്ങൾക്കാണ് ഇരുലോക വിജയമെന്ന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ തഖ്വയുടെ 2 പാർട്ടാണ്. ഒന്ന് കൽപ്പനകൾ അനുസരിക്കുക, മറ്റൊന്ന് വിരോധനകൾ വെടിയുക എന്നുള്ളത്. ഈ കൽപ്പനകളുടെ പാർട്ട് നമ്മൾ എടുത്താൽ അതിൽ ഫർളുകളുമുണ്ട്, സുന്നത്തുകളുമുണ്ട്. ഫർളായത് നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ടതാണ്. സുന്നത്തുകൾ ഐച്ഛികമാണ്. നമ്മുടെ താല്പര്യം പോലെ ചെയ്യുന്നവർക്ക് ചെയ്യാം, ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാം. പക്ഷേ അത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന നേട്ടമെന്ത് എന്ന് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ കൽപ്പനകൾ സുന്നത്തിലാണ് വെച്ചിട്ടുള്ളത്. ഫർളായിട്ടുള്ള കൽപ്പനകൾ വളരെ കുറവാണ്. നമുക്കറിയാം, 5 വക്ത് നിസ്കാരവും റമളാൻ്റെ നോമ്പും ഹജ്ജ് സക്കാത്തൊക്കെ കഴിവുള്ള ആളുകൾക്കടക്കം, അതുപോലെ ചില നിർബന്ധമായ മറ്റ് കാര്യങ്ങൾ ഉപയോഗിച്ചാൽ ബാക്കി ഏറ്റവും കൂടുതൽ സുന്നത്തുകളാണ് അല്ലാഹു തആല നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഫർളിനേക്കാളേറെ നിങ്ങളെടുത്ത് നോക്കൂ. ഫർള് നിസ്കാരം 5 വക്താണ്. അതിനേക്കാൾ ഏറെ ഏറ്റാനും പാടില്ല, റകഅത്ത് കൂട്ടാനും പാടില്ല. സുന്നത്തോ, സുന്നത്തിന് പരിധിയില്ല. പ്രത്യേക സുന്നത്തുകൾക്ക് എണ്ണം കണക്കുന്നുണ്ടെങ്കിലും മുത്തലക്കൻ സുന്നത്ത് നിസ്കാരം എത്രയും നിസ്കരിക്കാം. ചില നിശ്ചിത സമയങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ സമയമുണ്ട്. ബാക്കി ഏത് ടൈമിലും നിസ്കരിക്കാം. എത്ര റകഅത്ത് വേണമെങ്കിലും നിസ്കരിക്കാം. ആയിരക്കണക്കിന് റകഅത്തുകൾ നിസ്കരിക്കുന്ന ഔലിയാക്കളെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. നോമ്പെടുത്ത് നോക്കൂ നിങ്ങൾ. ഫർള് നോമ്പ് 1 മാസം മാത്രമേ അല്ലാഹു തആല നിർദ്ദേശിച്ചിട്ടുള്ളൂ. ബാക്കി 11 മാസവും ചില ദിവസങ്ങളൊഴികെ ഫുൾ ടൈം എല്ലാ ദിവസവും നമുക്ക് നോമ്പ് നോൽക്കാം. അതിൽ ചില പ്രത്യേക സുന്നത്തുകളുണ്ട് എന്ന് മാത്രം. ഇനി ദാനധർമ്മങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ. ദാനധർമ്മങ്ങൾ നിർബന്ധമായി അല്ലാഹു തആല നിർദ്ദേശിച്ചത് സക്കാത്ത് 2.5% മാത്രമാണ്. ബാക്കിയോ സ്വതക്കക്ക് കണക്കില്ല, എത്രയും കൊടുക്കുക. അതുപോലെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ അല്ലാഹു തആല നിർദ്ദേശിച്ചിട്ടുള്ള, കൽപ്പിച്ചിട്ടുള്ള കർമ്മങ്ങൾ സുന്നത്തുകളാണ്. അപ്പോൾ തഖ്വയുടെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാകുന്ന കൽപ്പന അനുസരിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം സുന്നത്തിലൂടെ നമ്മൾ നിർവഹിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നാം അനുസരിക്കുന്നു. 1. രണ്ടാമത്തൊന്ന്,
അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റിയ കർമ്മമാണ് സുന്നത്ത് നിസ്കാരങ്ങൾ, സുന്നത്തുകൾ. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമ്മളൊക്കെ പലപ്പോഴും കേട്ടതാണ്. മാസാല അബ്ദി യതഖറബു ബിൻ നവാഫിലി ഇലയ്യ. സുന്നത്തായ കർമ്മങ്ങൾ നിർവഹിച്ച് എൻ്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. മഹാന്മാരായ ഔലിയാക്കളൊക്കെ ചരിത്രങ്ങളിലേക്ക് നമ്മൾ കടന്നാൽ അവരൊക്കെ സുന്നത്തുകൾ എടുത്തിട്ടാണ് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക്, ഫർള് നിർബന്ധമാണ്, അതിന് പുറമെ സുന്നത്തായ ഇബാദത്തുകൾ അധികരിപ്പിച്ചിട്ടാണ് മഹാന്മാരൊക്കെ ഔലിയാക്കൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോയിട്ടുള്ളത്. ആ ഹദീസിൻ്റെ ബാക്കി നമുക്കറിയാം, ഖുദ്സിയ ഹദീസാണ്. ആ കൂടുതൽ സുന്നത്തെടുത്ത് എന്നിലേക്ക് അടുത്തവരുടെ കൈ ഞാനാകും, കാല് ഞാനാകും, കണ്ണ് ഞാനാകും, കേൾവി ഞാനാകും എന്നുള്ള ഹദീസ്. അതായത് സാധാരണ കഴിവുകൾക്കപ്പുറമുള്ള കഴിവ് സുന്നത്തിലൂടെ എന്നിലേക്ക് അടുത്തവർക്ക് ഞാൻ നൽകുമെന്ന് അല്ലാഹു തആല ഖുദ്സി ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സുന്നത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തൊരു നേട്ടമാണ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് കഴിയും. 3, ഇത്തിബാ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇത്തിബാ ആണ് സുന്നത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഏത് സുന്നത്തുകൾ എടുത്തു നോക്കിയാലും അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നതാണ്. അവിടുത്തെ ജീവിതചര്യ ഇത്തിബാ ചെയ്യലാണ്. ആ ഇത്തിബായിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ 2 നേട്ടമുണ്ട്. 4ഉം 5ഉം അതാണ്. 1, അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് നമുക്ക് കരസ്ഥമാകും. വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തി, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. 2 മഹബ്ബത്ത് ഇവിടെ സൂചിപ്പിച്ചു. ഇത് നമ്മുടെ മഹബ്ബ ക്യാമ്പയിനാണ്. ഇതൊക്കെ മഹബ്ബത്തിൻ്റെ ഭാഗമായി വരേണ്ടതാണ് സുന്നത്തുകളൊക്കെ. നിങ്ങൾക്ക് അള്ളാഹുവിനോട് കൂടുതൽ മഹബ്ബത്തുണ്ടോ? ഒരു മുഅ്മിൻ ഏറ്റവും കൂടുതൽ മഹബ്ബത്ത് വെക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനോട് നിങ്ങൾക്ക് കൂടുതൽ മഹബ്ബത്തുണ്ടോ? ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, എന്നെ ഇത്തിബാ ചെയ്ത് ജീവിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മത്തിനോട് പറയാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഓർഡറാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്യുക എന്നൊരു നേട്ടത്തിന് പുറമെ അതിലൂടെ അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതിന് പുറമെ യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് ഇങ്ങോട്ടും കിട്ടും. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് കരസ്ഥമാക്കാനും സുന്നത്തിലൂടെ നമുക്ക് സാധിക്കും. മറ്റൊന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത്. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. എൻ്റെ സുന്നത്തൊരാൾ മഹബ്ബത്ത് വെച്ചാൽ അവൻ എന്നെ മഹബ്ബത്ത് വെച്ചവനാണ്. എന്നെ മഹബ്ബത്ത് വെച്ചാൽ പിന്നെ സ്വർഗമാണല്ലോ. കാന മഈ ഫിൽ ജന്ന. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ സുന്നത്ത് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിലൂടെ ഇത്തരം ധാരാളം നേട്ടങ്ങൾ, മഹത്വങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയും. ഇത് മൊത്തത്തിൽ ഏതൊരു സുന്നത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും ഈ നേട്ടങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഈ മഹത്വങ്ങളൊക്കെ ലഭിക്കുള്ളൂ. ഇതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ സ്വഹാബത്തും താബീങ്ങളും മറ്റു ഔലിയാക്കളെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ സുന്നത്തിന് അവർ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ മുത്തബിഉ സുന്ന എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന സഹാബിമാരുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ, മുത്തബിഉ സുന്നയാണ്. എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നത്, ഇരുന്നത്, കിടന്നത്, പോയത് അത് ഒപ്പിയെടുത്ത് അതുപോലെ ചെയ്യുന്ന മുത്തബിഉ, അങ്ങനെ തന്നെ ഇത്തിബാ ചെയ്യുന്ന സ്വഹാബത്ത്. താബീങ്ങളിൽ കാണാം, ഔലിയാക്കളെ ചരിത്രത്തിൽ കാണാം. എന്നല്ല, ഒരു സുന്നത്ത് വിട്ടുപോയതിൻ്റെ പേരിൽ കൊല്ലങ്ങളോളം ടെൻഷൻ അടിച്ച മഹാന്മാരുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇർഷാദിൽ ഉദ്ധരിക്കുന്ന 1-2 സംഭവങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മഹാനായ അജൽ സിരി എന്ന് പറയുന്ന വലിയ മഹാൻ, സൂഫിയാക്കളിൽപ്പെട്ട മഹാനാണ്. മഹാനവറുകൾ ഒരിക്കലും വുളു എടുക്കുന്ന സമയത്ത് വുളുവിൽപ്പെട്ട ധാരാളം സുന്നത്ത്, ഒരൊറ്റ വുളു എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് 40ഓളം സുന്നത്തുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. 40ഓളം സുന്നത്ത് ഒറ്റ വുളുവിലൂടെ നമുക്ക് കിട്ടും. അതിൽപ്പെട്ടൊരു സുന്നത്താണ് നമ്മൾ കൈ കഴുകുന്ന സമയത്ത് തഖ്ലീലുൽ അസാബി എന്ന് പറയും അല്ലേ. കൈയൊക്കെ ഒന്ന്
ചിക്കകറ്റുക എന്ന് പറയും, ഒന്നിങ്ങനെ ആക്കുക, അതൊരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതാണ്, അവിടുത്തെ ചര്യ പിന്തുടലാണ്. ഈ ഒരു തഹ്ലീലുൽ അസാബി മറന്നുപോയി, കരുതിക്കൂട്ടി ഉപയോഗിച്ചതല്ല, മഹാനവറുകൾ മറന്നുപോയി. അങ്ങനെ അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു അശരീരി കേൾക്കുകയാണ്, ഒരു ആത്തിഫ് കേൾക്കുകയാണ്. യാ ജൽ തദ്ദഈ മഹബ്ബത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വതത്റുകു മിൻ സുന്നത്തിഹി. നിങ്ങളൊക്കെ മുഹിബ്ബാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത് ഉപേക്ഷിക്കുകയാണോ? ഒരു സുന്നത്ത് മറന്നുകൊണ്ട് ജീവിതത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ അത് അല്ലാഹു തആല ഉണർത്തുകയാണ്. മഹാന്മാരങ്ങനെയാണ്. ഉടനെ തന്നെ മഹാനവറുകൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു, ദുഃഖിതനായി. മഹാനവറുകൾ രണ്ടാമത് വുളു പുതുക്കിയെടുത്തു. കൂട്ടുകാരൻ പറയാണ്, അതിനുശേഷം മഹാനവറുകളെ കാണുന്ന സമയത്ത് കഅന്നഹു നായിമുൻ, ഒരു ഉറങ്ങിയ മുഖമാണ്. ഇപ്പം നോക്കിയാലും ഒരു ടെൻഷനടിച്ച, വല്ലാത്തൊരു ടെൻഷനടിച്ച മുഖം. കൊല്ലങ്ങളോളം ആ മുഖം ഞാൻ കണ്ടു എന്നാണ് കൂടെയുള്ളവർ പറയുന്നത്. ചോദിക്കുമ്പോൾ പറയുന്നത്, മഹാനവറുകൾ പറഞ്ഞത്, കൈഫ ഉലാഖി ബിഹാദൽ വജ്ഹി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സുന്നത്ത് വിട്ടുപോയി, ഇനി ഈ മുഖവുമായിട്ട് ഞാൻ മഹബത്ത് വെക്കുന്നു എന്ന് പറയുന്ന നേതാവിനെ കാണാൻ ഈ മുഖം കൊണ്ട് എനിക്ക് കഴിയുമോ? ഈ ടെൻഷനാണ് എനിക്കുള്ളൂ. ഒരു സുന്നത്ത് മറന്നുകൊണ്ട് ജീവിതത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ അവരെ ടെൻഷൻ. അതുകൊണ്ട് ആ സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഒരു 5 സുന്നത്ത് മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഈ മഹത്ത ക്യാമ്പയിനിൽ നമ്മളൊക്കെ ചെയ്യുന്നവരെന്നാകാം, എന്നാലും അതിൻ്റെ മാഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായ പൗരത. അതിൽ ഒന്നാമത്തത്, ഏത് നല്ല കാര്യങ്ങൾ തുടങ്ങുന്ന സമയത്തും ബിസ്മി കൊണ്ട് തുടങ്ങുക. നമ്മൾ ചെയ്യുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ്, കുല്ലു അംരിൻ ഫീ ബാലി ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അഫ്ദൽ. ഏതൊരു പ്രധാനപ്പെട്ട വിഷയങ്ങൾ, കാര്യപ്പെട്ട വിഷയങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ബിസ്മി ചെല്ലാതെ തുടങ്ങിയാൽ അത് അഫ്ദലാണ്, ബർക്കത്ത് മുറിഞ്ഞതാണ്. അപ്പോൾ ഏതൊരു നല്ല കാര്യങ്ങൾ നമ്മൾ തുടങ്ങുന്ന സമയത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരു സുന്നത്താണ്. അവിടെ നിന്ന് വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിച്ചു. ബിസ്മി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂക്തമാണ്. ആദ്യം ഇറങ്ങിയത് എന്നല്ല, ആദ്യത്തെ സൂക്തമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരുപാട് മഹത്വങ്ങൾ ആ ബിസ്മിയിലൂടെ നമുക്ക് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് 19 അക്ഷരങ്ങളാണ്. നരകത്തിൻ്റെ കാവൽക്കാരായ മാലാഖമാർ 19. ഒരാൾ ബിസ്മി പതിവാക്കുന്ന ആളാണെങ്കിൽ അവരെ തൊട്ട് കാവൽ ലഭിക്കും, നരകത്തിലേക്ക് അവർ പ്രവേശിക്കുകയില്ല. ബിസ്മിൻ്റെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഏതേത് വിഷയങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഭക്ഷണം കഴിക്കുമ്പോഴാവട്ടെ, വെള്ളം കുടിക്കുമ്പോൾ, ഡ്രസ്സ് ധരിക്കുമ്പോൾ, അതുപോലെ തുടങ്ങിയിട്ടുള്ള ഏതൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട്. എന്നാൽ ഒരുപാട് നേട്ടങ്ങൾ അതിലുള്ളത്. പ്രധാനമായിട്ടും ശൈത്താനിൽ നിന്നുള്ള കാവല് ബിസ്മി ഉണ്ടാകും. മഹാനാബുദ്ദീൻ ഇസ്ലാം ഗസാലി റഹ്മത്തുള്ളാഹി തങ്ങൾ വിശദീകരിക്കുന്ന ഒരു സംഭവമാണ്. 2 ശൈത്താന്മാർ തമ്മിൽ സംവാദം നടക്കും. അതിലൊരു ശൈത്താൻ മെലിഞ്ഞൊട്ടിയ സ്കെൽറ്റായിട്ടുള്ള ശൈത്താനാണ്, മറ്റേ ശൈത്താൻ നല്ല തടിച്ചു പോയിട്ട് ശൈത്താൻ. ഈ 2 ശൈത്താന്മാർ തമ്മിലുള്ള സംഭാഷണം. എന്താണ് സംഭാഷണത്തിൻ്റെ പറയുന്ന വിഷയം? എന്താണ്? ഈ തടിച്ച ശൈത്താനോട് മെലിഞ്ഞ ശൈത്താൻ ചോദിക്കും, നീ എങ്ങനെയാണ് ഇത്ര തടി വെച്ചത്? നീ ഏത് ഭക്ഷണം കഴിക്കുന്നത്? അപ്പോൾ ആ തടിച്ചു പോയിട്ട് ശൈത്താൻ പറയുന്നു,
ഞാൻ എന്നെ ഏൽപ്പിക്കപ്പെട്ടത് ഒരു മുനാഫിക്കായ മനുഷ്യനെയാണ്. ഏതൊരു മനുഷ്യൻ്റെ കൂടെയും ഒരു ശൈത്താനും മലക്കുമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ചില സമയത്തൊക്കെ നമുക്ക് ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, നല്ല നല്ല ചിന്തകൾ വരുന്നത് ആ മലക്ക് മുഖേനയുള്ളതാണ്. എന്നാൽ അധിക സമയവും ചീത്ത ചിന്തകളാണ് വരുന്നത്, അത് ശൈത്താനിലൂടെയാണ്. ഇവിടെയാണ് മഹാന്മാർ പഠിപ്പിച്ചത്, ശൈത്താനെ പരാജയപ്പെടുത്തി മലക്കിനെ വിജയിപ്പിക്കണം, അവനാണ് തസ്കിയത്ത് ലഭിച്ചവൻ. അപ്പോൾ ആ മലക്കിൻ്റെ നല്ല ചിന്തകൾ പല സമയത്തും നമുക്ക് വരുന്നുണ്ട്. ഏതൊരു മനുഷ്യൻ്റെ കൂടെയും ഒരു മലക്കുണ്ട്, ഒരു ശൈത്താനുണ്ട്. അപ്പോൾ ഈ ശൈത്താനെ നമുക്ക് ചീത്ത ചിന്തകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശൈത്താൻ പറയാണ്, എന്നെ ഏൽപ്പിക്കപ്പെട്ടതൊരു മുനാഫിക്കായ മനുഷ്യനെയാണ്. അവന് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും മറ്റേത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവന് ഒരു ദിക്റില്ല, ഒരു ബിസ്മി ചൊല്ലുകയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സുഖമായി അവൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാം. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുന്നവൻ്റെ കൂടെ ശൈത്താനും ഭക്ഷണം കഴിക്കുമെന്ന് ഈ സംഭവം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാതെയാണ് കുടിക്കണമെങ്കിൽ അതിൽ നിന്നൊരു ഭാഗം പോകുന്നത് ശൈത്താൻ്റെ വയറ്റിലേക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഏൽപ്പിക്കപ്പെട്ട മനുഷ്യൻ ഒരു ദിക്റുമില്ലാത്തവനാണ്, ബിസ്മി ചൊല്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ സുഖമായി എനിക്ക് ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, പാർപ്പിടമുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തടിച്ചു പോയിത്തിരിക്കുകയാണ്. തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നു, നിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയതെന്താണ്? ആ ശൈത്താൻ പറയുന്നു, എന്നെ ഏൽപ്പിക്കപ്പെട്ടൊരു മുഅ്മിനായ മനുഷ്യനാണ്. അവൻ അനങ്ങുന്നതിനൊക്കെ ബിസ്മിയാണ്. ഭക്ഷണം കഴിക്കണോ ബിസ്മിയല്ലോ, വെള്ളം കുടിക്കുകയാണോ ബിസ്മി, ഡ്രസ്സ് ധരിക്കുമ്പോൾ ബിസ്മി, ബെഡ്റൂമിലേക്ക് പോകണോ ഉറങ്ങുകയാണോ ബിസ്മി. ഇങ്ങനെ ഏത് ഘട്ടത്തിലും ബിസ്മി ചൊല്ലിയിട്ടേ അവൻ ഏതൊരു കാര്യവും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ എനിക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, പാർപ്പിടമില്ല, താമസ സൗകര്യമൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ മെലിഞ്ഞൊട്ടി എനിക്ക് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഈ രൂപത്തിലായിപ്പോയതെന്ന് ശൈത്താൻ്റെ സംഭാഷണം മഹാനവറുകൾ ഹിയൽ ഉദ്ധരിക്കുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊന്ന്, രണ്ടാമത്തൊരു സുന്നത്ത്, നല്ല കാര്യങ്ങളിലൊക്കെ വലതിനെ മുന്തിക്കുക എന്നതാണ്. നമ്മൾ ചെയ്യുന്നത് തന്നെ ആകാം, വലതിനെ മുന്തിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യുഹിബ്ബു തയാമുന ഫി മസ്തത്താ ഫി ശൈനിഹി കുല്ലിഹി, അവിടുത്തെ ഏത് കാര്യങ്ങളും വലതിനെ മുന്തിച്ചിരുന്നു എന്നാണ്. ഇതൊരുപാട് മേഖലകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് കരസ്ഥമാക്കാനും അവിടുത്തെ ഇത്തിബാ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ സുന്നത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വെള്ളം കുടിക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ട് തന്നെ നമ്മൾ ഗ്ലാസ് എടുക്കുക. എന്തിനാണ് മടിക്കുന്നത്? നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വിരൽ ഈമ്പണം. ഇൻഷാ അല്ലാഹ് ഭക്ഷണത്തിൻ്റെ ഒരു വിഷയം തന്നെ ശേഷം ലാസ്റ്റ് വരാനുണ്ട്. അപ്പോൾ ഗ്ലാസ് പിടിക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ട് പിടിക്കുക. കറി കോരുന്ന സമയത്ത് വലത് കൈ കൊണ്ട് കോരുക. ഭക്ഷണം എടുക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ട് എടുക്കുക. അതിലൊന്നും ഒരു മടി നമ്മൾ വിചാരിക്കേണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അത് മനസ്സിൽ കരുതി തന്നെ ചെയ്യണം. ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് വലത് കൈ ആദ്യം ഇടുക. ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് വലത് കാല് ആദ്യം ധരിക്കുക. ഇങ്ങനെ ഏതേത് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന സമയത്ത് വലതിനെ മുന്തിക്കുക. കൈയാണെങ്കിലും കാലാണെങ്കിലും. വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വലത് കാൽ, ഇറങ്ങുന്ന സമയത്ത് ഇടത് കാൽ. അത് പള്ളിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ടോയ്ലറ്റ് മാത്രമാണ് നേരെ ഓപ്പോസിറ്റായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലതിനെ മുന്തിക്കുക. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് വരണം എന്നറിയോ? ഇത്തിബായിൻ്റെ സുന്നത്ത് കിട്ടണമെങ്കിൽ അത് കരുതി തന്നെ ചെയ്യണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലത് കൈ കൊണ്ടാണ് വെള്ളം കുടിച്ചത്, ഞാനും അങ്ങനെ ചെയ്യുന്നു എന്ന് നിയ്യത്താക്കി തന്നെ ഗ്ലാസ് എടുക്കണം. അല്ലാതെ ഓട്ടോമാറ്റിക്കായി ഇപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വലത് കാല് സുന്നത്താണ്, നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളിങ്ങനെ നടന്നിങ്ങനെ സ്റ്റെപ്പ് വെച്ച് പോകുമ്പോൾ പള്ളിയിൽ ഡോറിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ അടുത്ത് വെക്കേണ്ടത് ഏത് തന്നെയാണ്? വലത് തന്നെയാണ്. അങ്ങനെ ഓട്ടോമാറ്റിക്കായി വലത് പോയി, കിട്ടൂല, സുന്നത്ത് കിട്ടൂല. അവിടെ ഒരു സ്റ്റോപ്പ് വേണം. ഞാൻ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്തുകൊണ്ട് ഞാനിതാ വലത് കാല് വെക്കുന്നു. അങ്ങനെ ചെയ്താൽ അതിൻ്റെ കൂലി കിട്ടുള്ളൂ. അത് വീട്ടിലേക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്, മറ്റു കാര്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. ആഖിറത്തിൽ നമുക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ അത് നിയ്യത്ത് തന്നെ വേണം. അപ്പോൾ ഇത്തിബാ കരുതിക്കൊണ്ട് തന്നെ ചെയ്യുക, വലതിനെ മുന്തിക്കുക. മൂന്നാമത്തെ സുന്നത്ത്,
ഉറക്കം, ഉണർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു മുഅ്മിൻ്റെ പോയിന്റുകളാണ് ഈ രണ്ട് സമയം. ഈ രണ്ട് സമയത്തും ദിക്ർ പതിവാക്കുക. നമ്മൾ ചെല്ലുന്നവനായിരിക്കാം, കുറേ സൂറത്തുകളും ആയത്തുകളൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. രണ്ട് ദിക്ർ. ഒന്ന് ഉറങ്ങുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം, ബിസ്മിക്കല്ലാഹുമ്മ അഹിയ വാമൂത്ത്. എല്ലാവർക്കും ചെറിയ കുട്ടികളടക്കം മനഃപ്പാടമാക്കിയിട്ടുള്ള ദിക്റുകളാണ്. തിബിയാനൊക്കെ പഠിക്കുന്ന കുട്ടികളടക്കം ആ ദിക്റുകളൊക്കെ ചൊല്ലുന്നു. ഒരു മുഅ്മിനായ മനുഷ്യൻ എന്തുകൊണ്ടും വളരെ പരിഗണിക്കേണ്ട രണ്ട് സമയമാണ് ഉറക്കം, ഉണർച്ച. നമ്മുടെ ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അത് നമ്മൾ വളരെ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെ പ്രവർത്തനം തുടങ്ങുന്ന നമുക്കറിയാം, ഉണർന്നത് മുതൽ നമ്മൾ പ്രവർത്തനം തുടങ്ങുകയാണ്. അടുത്ത ഉറക്കിലേക്ക് പോകുന്നത് വരെ ആ ഉറക്കൊരു എൻഡിങ്ങാണ്. ഉറക്കിൻ്റെ ഇടയിലുള്ള സമയമോ അത് മരണമാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് ദിക്റുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഉറങ്ങുന്ന സമയത്ത് നിർദ്ദേശിച്ച ദിക്റാണ് ബിസ്മിക്കല്ലാഹുമ്മ അഹിയ വ അമൂത്ത്. അവിടെ മരണം പരാമർശിച്ചിട്ടുണ്ട്. ഞാനിതാ മരണത്തിലേക്ക് പോകുന്നു, അല്ലാ നിൻ്റെ നാമത്തോടുകൂടെ ഞാനിതാ മരണത്തിലേക്ക് പോകുന്നു. ഇനി ആ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ അൽഹംദുലില്ലാഹില്ലദി അഹിയാനാ ബഅദമാ അമാതനാ. അല്ലാ മരണം കഴിഞ്ഞു, നീ റൂഹ് തിരിച്ചു തന്നു, അൽഹംദുലില്ലാ, വീണ്ടും പുനർജന്മം നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഇത് പറഞ്ഞുകൊണ്ടായിരിക്കണം ഒരു മുഅ്മിനായ മനുഷ്യൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് പോരേണ്ടത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് സന്ദർഭങ്ങളാണ്. നമ്മളൊരു മനുഷ്യൻ്റെ ജീവിതം തന്നെ എടുത്ത് പരിശോധിച്ചോളൂ നോക്കുക നിങ്ങൾ. അവൻ്റെ തുടക്കം ദിക്റിലാവണം, ഒടുക്കവും ദിക്റിലാവണം, അല്ലേ? ഒരു കുട്ടി ഇവിടെ പിറന്നു വീണാൽ ആദ്യമായി കേൾക്കേണ്ട സൗണ്ട് അള്ളാഹുവിൻ്റെ സൗണ്ടായിരിക്കണം, അല്ലാഹു അക്ബർ. കുട്ടി ചെല്ലൂലല്ലോ, അതുകൊണ്ടാണ് കേൾപ്പിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ നമ്മുടെ തുടക്കം തന്നെ ദിക്റിലൂടെയാണ്, നമ്മുടെ ഒടുക്കവും അങ്ങനെയാവണം. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്തും പറയാൻ കഴിയണം അവസാനത്തെ വേർഡ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചാൽ ഡയറക്റ്റ് സ്വർഗത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് നമ്മുടെ ഉറക്ക്, ഉണർച്ച. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് മറ്റ് സൂറത്തുകളൊക്കെ ചൊല്ലിയിട്ട് ബിസ്മിക്കല്ലാഹുമ്മ അഹിയ വ അമൂത്ത് ഈ ദിക്ർ ചൊല്ലി നമ്മൾ ഉറക്കിലേക്ക് പോവുക. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹില്ലദി അഹിയാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. ഈ ദിക്റിൻ്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നു. ഒറ്റ ഹദീസ് സൂചിപ്പിക്കാം. നമ്മളെ ദിവസം തുടങ്ങുകയാണ്, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത് മുതലാണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്നത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നല്ലൊരു വുളു എടുത്ത് ദിക്ർ ഒക്കെ ചൊല്ലി ഉറങ്ങുമ്പോൾ മലക്കുകളുടെ പ്രൊട്ടക്ഷൻ ആ ഉറക്കിൽ അവനക്ക് ഉണ്ടാവുന്ന, അവൻ തിരിഞ്ഞും മറിഞ്ഞൊക്കെ വെക്കുന്ന സമയത്ത് അതൊക്കെ തസ്ബീഹായി രേഖപ്പെടുത്തുമെന്നാണ്. വുളു എടുത്തുകൊണ്ട് ദിക്ർ ചൊല്ലി കടന്നാൽ, ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഉണർച്ചയിലേക്ക് വരാം. ഉണർച്ച അത് പുനർജന്മാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ ദിക്റായിരിക്കണം ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് എത്തേണ്ടത്. ഉറങ്ങുന്ന സമയത്ത് ശൈത്താൻ നമ്മുടെ അടുക്കൽ വരും. ഹദീസിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, യഅഖിദു ശൈത്താനു അലാ ഖാഫിയത്തി അഹദിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും പിരടിയിൽ ശൈത്താൻ വന്ന് 3 കെട്ടിടും. സലാസ ഉഖദ്, 3 കെട്ട് നമ്മുടെ പെരടിയിലിടും. അത് നമ്മൾ കാണുകയില്ല, പൈശാചികമായ കെട്ടാണ്. ആ ഓരോ കെട്ടിലും അവൻ മന്ത്രിച്ചിട്ടാണ് കെട്ടുന്നത്. എന്താണ് മന്ത്രിക്കുന്നത്? ഉർഖുദ് അലൈക ലൈലുൻ തവീൽ, മോനെ സുഖമായി ഉറങ്ങിക്കോ, ഇനിയും സമയമുണ്ട് എന്ന് 3 കെട്ടിലും മന്ത്രിച്ചിട്ട് ഒരു 3 കെട്ട് നമ്മുടെ പെരടിയിൽ ഓരോരുത്തരുടെയും പെരടി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഈ 3 കെട്ടും പൊട്ടിച്ചായിരിക്കണം നമ്മുടെ പ്രഭാതത്തിലേക്ക് നമ്മൾ കിടക്കേണ്ടത്. ഈ 3 കെട്ട് പൊട്ടിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച 3 കാര്യം, അതിലൊന്നാണ് ഈ ദിക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫൈദാ ദക്കറല്ലാഹ, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ അവൻ അള്ളാഹുവിലേക്ക് അവൻ്റെ മനസ്സ് തിരിച്ചാൽ, ദിക്ർ ചൊല്ലിക്കൊണ്ട് അവൻ ഉണർന്നാൽ, ഇൻഹല്ലത്ത് ഉഖ്ദ, ഒരു കെട്ട് പൊട്ടി. അല്ലാതെ നിങ്ങൾ കത്തി കൊണ്ടുവന്നാലും പീരങ്കി കൊണ്ടുവന്നാലും പൊട്ടിക്കാൻ കഴിയില്ല ശൈത്താനിട്ട കെട്ട്. അത് പൊട്ടിക്കണമെങ്കിൽ ദിക്ർ തന്നെ വേണം. ഫൈദാ ദക്കറല്ലാഹ
ഇൻ ഹല്ലത്ത് ഉഖ്ദത്തുൻ, ഒരു കെട്ടതോടുകൂടെ പൊട്ടി. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം, 3 നിലക്കുള്ള ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 3 നിലക്കുള്ള ആരോഗ്യമാണ്. ഫിസിക്കലി വേണം, മെൻ്റലി വേണം, അതുപോലെ തന്നെ സ്പിരിച്വലി. 3 ആരോഗ്യം നമുക്കെല്ലാവർക്കും വേണം. ഈ 3 ആരോഗ്യം ഇനി പറയുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഒന്നാമത്തെ സുന്നത്ത് നമ്മൾ സൂചിപ്പിച്ചു ബിസ്മിയാണ്. രണ്ടാമത്തത് വലതിനെ മുന്തിക്കലാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാലുള്ള ദിക്ർ, ഇനി പറയുന്ന തഹജ്ജുദ് നിസ്കാരമടക്കം ഈ 3 ആരോഗ്യങ്ങളും നമുക്ക് നേടിത്തരുന്ന സുന്നത്തുകളാണ്. അപ്പോൾ ഒരു കെട്ട് പൊട്ടി, ദിക്ർ ചൊല്ലലോടുകൂടെ ഒരു കെട്ട് പൊട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇനി അവൻ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് വുളു എടുക്കാൻ പോകാൻ. ഫൈദാ തവല്ല, വുളു എടുത്തു കഴിഞ്ഞാലോ ഇൻ ഹല്ലത്ത് ഉഖ്ദത്തുൻ ഉഖ്റ, അടുത്ത കെട്ട് പൊട്ടി. അപ്പം നല്ലൊരു വുളു എടുക്കലോടുകൂടെ രണ്ടാമത്തെ കെട്ടും പൊട്ടുകയാണ്. മൂന്നാമത്തെ കെട്ടോ 2 റക്അത്ത് തഹജ്ജുദ്. 4ാമത്തെ സുന്നത്ത് അതാണ്, 2 റക്അത്ത് തഹജ്ജുദ്. ആ തഹജ്ജുദ് നിസ്കാരത്തോടുകൂടെ അവൻ്റെ 3 കെട്ടും പൊട്ടി. ഇത് പ്രഭാത സമയത്തിൽ നമ്മൾ ഉണർന്ന സമയത്ത് ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അന്നത്തെ പ്രഭാതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്. ഫഅസ്ബഹ നശീതൻ ത്വയ്യിബൻ നഫ്സ്, അവൻ നല്ല ഉന്മേഷവാനായിരിക്കും, മാനസിക ആരോഗ്യം ലഭിച്ചവനായിരിക്കും, നല്ല മനക്കരുത്തോടുകൂടെ ഉന്മേഷമുള്ള പ്രഭാതമായിരിക്കും അന്നത്തെ പ്രഭാതം. അന്ന് ജോലിക്ക് പോകാൻ ആ ജോലിയിൽ ബറക്കത്തുണ്ടാകും. ആ പ്രഭാതത്തിൽ അവൻ എന്ത് മേഖലയിലേക്കാണ് തിരിയുന്നത്? പഠന മേഖലയാണോ? അതിലവൻ ഉഷാറായിരിക്കും. പഠിപ്പിക്കുന്ന മേഖലയാണോ? അതിലുഷാറായിരിക്കും. ഫഅസ്ബഹ നശീതൻ ത്വയ്യിബൻ നഫ്സ്, നല്ല മാനസികാരോഗ്യത്തോടുകൂടെ നല്ല ഉന്മേഷവാനായിട്ടായിരിക്കും അന്നത്തെ പ്രഭാതം അവനിക്കുണ്ടാവുക. വ ഇല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ അവൻ ചെയ്തിട്ടില്ലെങ്കിലോ, ശൈത്താനിട്ട കെട്ടു ഒന്നും അവൻ പൊട്ടിച്ചിട്ടില്ല, നേരെ അവൻ ജോലിക്ക് പോവുകയാണ്, അല്ലെ മറ്റു മേഖലയിലേക്ക് തിരിയുകയാണെങ്കിൽ ഫസ്ബഹ കസ്ലാനൻ, അവനൊരു മടിയനായി മാറും. ഖബീസൻ നഫ്സ്, മാനസികാരോഗ്യം ലഭിക്കാതെ മനസ്സിനൊരു റാഹത്തില്ലാതെയായിരിക്കും അന്നത്തെ അവൻ്റെ ജോലി ഉണ്ടാവുക, മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മാനസികാരോഗ്യം ലഭിക്കാനും ആത്മീയമായ ആരോഗ്യം ലഭിക്കുവാനും ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. അപ്പോൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ നേരെ നമ്മൾ മൊബൈൽ ഒരിക്കലും എടുക്കരുത്. പല ആളുകളും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഉടനെ തന്നെ എടുക്കുന്നത് ആരൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ്, ഒരിക്കലും ആകരുത്. അത് ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. നമ്മൾ ഉറക്കിലേക്ക് മരണത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കണക്ഷൻ അള്ളാഹുവിനോടായിരിക്കണം, സൃഷ്ടികളോട് ഒരിക്കലും കണക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉറങ്ങണതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് മൊബൈലൊക്കെ സൈഡ് മാറ്റി വെക്കുക, അലാറൊക്കെ വെച്ചിട്ട് മാറ്റി വെച്ചോളൂ. ഇനി മൊബൈൽ തുടരുത്. ഇനിയുള്ള കണക്ഷൻ ഫുൾ അള്ളാഹുവിനോട്. ആ സൂറത്തുകളൊക്കെ ഓതുക, നേരത്തെ പറഞ്ഞ ദിക്റൊക്കെ ചെല്ലുക, അങ്ങനെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അങ്ങനെ ഉറങ്ങണം. അപ്പോൾ അവസാന നിമിഷം ദിക്റിലായിക്കൊണ്ട് ഉറങ്ങട്ടെ. ഇനി ഉണരുമ്പോഴോ ഫസ്റ്റ് കണക്ഷൻ അള്ളാഹുവിനോടാകണം, സൃഷ്ടികളോട് പിന്നെ പോയിക്കോളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ സൃഷ്ടികളിലേക്ക് അവരുടെ കണക്ഷനിലേക്ക് മറ്റൊക്കെ പോയിക്കോളൂ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കണക്ഷൻ അള്ളാഹുവിനോടാകണം, സൃഷ്ടികളോടാകരുത്. അതുകൊണ്ട് തന്നെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായി പറയുന്നത്. ഇനി തഹജ്ജുദ് നിസ്കാരത്തിലേക്ക് അതിൻ്റെ മഹത്വം അറിയിക്കുന്ന ഒറ്റ ഹദീസ് സൂചിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അലൈക്കും ബി ഖിയാമിൽ ലൈൽ, ഖിയാമുൽ ലൈൽ നിങ്ങൾ മുറുകെ പിടിക്കണം. അത് നിങ്ങൾ ദായിമായി കൊണ്ട് നടക്കണം. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ 5 മിനിറ്റ്, നല്ല റാഹത്തിൽ നിസ്കരിക്കാൻ 5 മിനിറ്റ്. എനിക്കെല്ലാം തന്ന ആ അള്ളാഹുവിന് വേണ്ടി ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് സുബഹിൻ്റെ മുമ്പ് ഉണരാൻ കഴിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടത് ചുരുങ്ങിയ സമയം പറയാം, ഒരു 20 മിനിറ്റ് മുമ്പെങ്കിലും സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 20 മിനിറ്റ്, അരമണിക്കൂർ കൂട്ടാം. അത് ഓരോരുത്തരുടെ പ്രാഥമിക കർമ്മങ്ങളോ മറ്റ് സമയമൊക്കെ നീണ്ടുപോയാൽ പിന്നെ സമയം കിട്ടൂല. അതുകൊണ്ട് ഓരോരുത്തരുടെ സമയം പോലെ ചെയ്യാം. ഒരു അരമണിക്കൂർ പറയാം.
സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എഴുന്നേൽക്കണം. അതിന് നമുക്ക് ശാരീരികമായ ആരോഗ്യം ലഭിക്കുന്നുണ്ട്, മാനസികാരോഗ്യം ലഭിക്കുന്നുണ്ട്, ആത്മീയമായ ആരോഗ്യം ലഭിക്കുന്നുണ്ട്. 3 ആരോഗ്യങ്ങളും ലഭിക്കാൻ ഏറ്റവും ഫലപ്രദമാണ് തഹജ്ജുദ് നിസ്കാരം. അപ്പോൾ അതുകൊണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് നേരത്തെ പറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നിസ്കാരത്തിലേക്ക് വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരൊറ്റ ഹദീസിൽ പഠിപ്പിച്ച 5 നേട്ടങ്ങൾ, തഹജ്ജുദ് നിസ്കാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന 5 നേട്ടങ്ങൾ. 1, ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബ്ലകും, നിങ്ങളെ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ കൊണ്ടു നടന്ന ചര്യയാണ് തഹജ്ജുദ് നിസ്കാരം എന്നുള്ളത്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടണമെന്ന്. നമ്മളൊക്കെ ദ്വാർപ്പിക്കുന്നു, മക്കളൊക്കെ സ്വാലിഹീങ്ങളാകാൻ ഉസ്താദെ ദ്വാരക്കണം. അതാഗ്രഹമില്ലാത്തവരാരും നമ്മുടെ കൂട്ടത്തിലില്ല. വുളൂവിൻ്റെ ശേഷമുള്ള പ്രധാനപ്പെട്ട ദുആ നമുക്കറിയാം, വജ്അൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ പെടുത്തണേ എന്നാണ് ദ്വാരക്കണത്. മഹാന്മാരായ അമ്പിയാക്കളെ പ്രാർത്ഥന എടുത്ത് നോക്കിയാൽ കാണാം സ്വാലിഹീങ്ങളിൽ പെടുത്തണേ എന്നുള്ള ദുആ അവരെ ദുആയിലുണ്ട്. അപ്പോൾ നിലക്ക് സ്വാലിഹീങ്ങളെ ലിസ്റ്റിൽപ്പെടാൻ ഏറ്റവും നല്ല മാർഗമാണ് 2 റക്അത്ത് തഹജ്ജുദ് പതിവാക്കുക എന്നുള്ളത്. ആ പ്രയോഗം തന്നെ അലൈക്കും എന്നാണ്. അലൈക്കും എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുക എന്നല്ല, ദായിമായി കൊണ്ട് നടക്കണം. അലൈക്കും ബി ഖിയാമില്ലൈൽ ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബ്ലകും, മുൻഗാമികൾ ചെയ്ത സ്വാലിഹീങ്ങളെ ലിസ്റ്റിൽപ്പെടാൻ മഹാന്മാരായ സൂഫിയാക്കൾ പറയുക. അതുണ്ടായതുകൊണ്ടാണ് ഞാനൊക്കെ ജീവിക്കുന്നത്. അവർക്ക് എല്ലാ രാത്രിയും നമുക്ക് ലൈലത്തുൽ ഖദർ പോലെയാണ് അവർക്ക് എല്ലാ രാത്രിയും. ആ നിലക്ക് ആ സമയം വളരെയധികം ഉപയോഗപ്പെടുത്തിയവരാണ് മഹാന്മാരായ സൂഫിയാക്കളൊക്കെ. ഇടയ്ക്ക് ഞാനൊന്ന് സൂചിപ്പിക്കാം, നമ്മൾ ഏറ്റവും പരിഗണിക്കേണ്ട 4 ടൈമുകളുണ്ട്. 4 ടൈമുകൾ മഹാന്മാരായ ഔലിയാക്കളൊക്കെ അത് ഉപയോഗപ്പെടുത്തിയാണ് അള്ളാഹുലേക്ക് കൂടുതൽ എടുത്തത്. അതിൽപ്പെട്ട 2 ടൈം നമ്മുടെ ഈ പരാമർശത്തിൽ വരും. 1 ഈ സമയം തന്നെ, തഹജ്ജുദിൻ്റെ സമയം, സുബഹിൻ്റെ മുമ്പുള്ള സമയം, വളരെ പ്രധാനപ്പെട്ട ടൈമാണ്. 2 സുബഹിക്ക് ശേഷമുള്ള സമയം. 3 മഗ്രിബിൻ്റെ മുമ്പുള്ള സമയം, തസ്ബീഹ്, നമ്മുടെ മക്കളൊക്കെ തസ്ബീഹ് ചൊല്ലുന്ന സമയം. 4 മഗ്രിബിൻ്റെ ശേഷമുള്ള സമയം, തബാറക്കി മറ്റൊക്കെ ഓതേണ്ട സമയം. ഈ 4 ടൈമുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ടൈമുകളാണ്. അതിലൽപ്പമെങ്കിലും നമ്മളത് പരിഗണിക്കണം. യൗമ് ലൈല്, രാവ് പകൽ, അതിൻ്റെ 2ൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങാണ്. പകലിൻ്റെ തുടക്കമാണ് സുബഹിൻ്റെ ശേഷമുള്ള സമയം, അതിൻ്റെ എൻഡിങ്ങാണ് മഗ്രിബിൻ്റെ മുമ്പുള്ള സമയം. രാത്രിയുടെ സ്റ്റാർട്ടിങ്ങാണ് മഗ്രിബിൻ്റെ ശേഷമുള്ള സമയം, അതിൻ്റെ എൻഡിങ്ങാണ് തഹജ്ജുദിൻ്റെ സമയം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇപ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്നത്. തഹജ്ജുദിൻ്റെ സമയം നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റിയ സമയമാണ്. നമ്മുടെ ഖൽബ് ശുദ്ധിയാകാനുള്ള 5 മരുന്നുകൾ മഹാന്മാർ നിർദ്ദേശിച്ചു. അതിൽപ്പെട്ട 2 മരുന്നുകൾ നിർദ്ദേശിച്ചത് തഹജ്ജുദിൻ്റെ സമയത്താണ്. ഫഖിറാഅത്തുൻ ബിതദബ്ബുരിൽ മഅന വലിൽ ബത്നിൽ ഖല വഖിയാമു ലൈലിൻ വത്തളറു ബിസ്സഹർ. 2 സാധനം. ഖൽബ് ശുദ്ധിയാകാൻ മഹാന്മാർ നിർദ്ദേശിച്ച 5 മരുന്നുകളിൽ പ്രധാനപ്പെട്ട 2 മരുന്ന് ഈ സമയത്താണ് വരുന്നത്, തഹജ്ജുദിൻ്റെ സമയത്താണ്. അതിലൊന്നാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് നിസ്കാരം. അതിൻ്റെ ശേഷം തളറു നടത്തുക, 2 റക്അത്ത് നിസ്കരിച്ച് മനസ്സ് അള്ളാഹുവിലേക്ക് തിരിച്ച് വിനയാന്വിതനായിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ഇത് നമ്മുടെ ഖൽബ് ലോലമായി കിട്ടാൻ, ഖൽബ് ശുദ്ധിയായി കിട്ടാൻ നിർദ്ദേശിക്കപ്പെട്ട 2 പ്രധാനപ്പെട്ട മരുന്നുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വഖുർബത്തുൻ ഇലാ റബ്ബിക്കും, നിങ്ങൾക്ക് റബ്ബിലേക്ക് കൂടുതൽ അടുക്കണമെന്ന് താല്പര്യമുണ്ടോ, ഉപയോഗപ്പെടുത്തിക്കോളൂ തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദിൻ്റെ 3ാമത്തെ നേട്ടാ പറഞ്ഞത്. 4ാമത്തത്, 2ാമത്തെ പറഞ്ഞത്, 3ാമത്തത് വമഗ്ഫറത്തുൽ ലിസയ്യാത്ത്, നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളെ പൊറുപ്പിക്കാൻ തഹജ്ജുദ് നിസ്കാരത്തിന് പവറുണ്ട്. പല ഇബാദത്തുകളും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാനായി അല്ലാഹു തആല വെച്ച ചില ദിക്റുകളോ ഇബാദത്തുകളൊക്കെ ഉണ്ട്. അതിൽ പെട്ട ഒന്നാണ് തഹജ്ജുദ് നിസ്കാരം. നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ പൊറുപ്പിക്കുവാൻ ആ നിസ്കാരത്തിലൂടെ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ പഠിപ്പിക്കുകയാണ്. 4ാമത്തെ നേട്ടമാണ് വമൻഹാത്തുൻ അനിൽ ഇസ്മി, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് വളരെ കുറഞ്ഞ ഇബാദത്തുകൾക്ക് മാത്രമാണ് ഇത്തരം നേട്ടങ്ങൾ ഹദീസിൽ വന്നിട്ടുള്ളൂ.
തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ, മനുഷ്യനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഇബാദത്ത് തഹജ്ജുദ് നിസ്കാരമാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഏതൊരു മുഅ്മിൻ്റെ ആഗ്രഹമാണ് തെറ്റില്ലാതെ ജീവിക്കണമെന്നുള്ളത്. ഏതൊരു മുഅ്മിൻ ആഗ്രഹിക്കാത്തത്? സാഹചര്യങ്ങൾ കടിമപ്പെട്ട് ഹറാമുകൾ കാണുന്നു, നോക്കിപ്പോകുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു, ഗീബത്ത് പറയണം, നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. ഒരു അന്യ പെണ്ണിലേക്ക് നോക്കണം, നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് ചെയ്തു പോവുകയാണ്. എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ, തെറ്റുകളിൽ നിന്ന് മനുഷ്യനെ ബ്ലോക്ക് ചെയ്യാനുള്ള പവറാണ് അലൈക്കും ബിഖിയാമിൽ ലൈൽ, തഹജ്ജുദ് നിസ്കാരമെന്ന് ഈ ഹദീസിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ? ആത്മാർത്ഥമായി സുബഹിൻ്റെ മുമ്പ് എഴുന്നേറ്റ് ഈ 2 റക്അത്ത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക. 5ാമത്തെ നേട്ടം, വമത്രദത്തുൽ ലിദ്ദാഇ അനിൽ ജസദ്, ശാരീരിക രോഗങ്ങളെ തൊട്ടും തടയാൻ തഹജ്ജുദ് നിസ്കാരത്തിന് പവറുണ്ട്. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ 3 ആരോഗ്യം നേടാൻ കഴിയും. അതിൽ 2 നേരത്തെ സൂചിപ്പിച്ചു. ഒന്ന് ഫിസിക്കലിയാണ്, അതാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ശാരീരികമായ ആരോഗ്യം തഹജ്ജുദ് നിസ്കാരത്തിലൂടെ കിട്ടും. നിങ്ങൾ ഡോക്ടർമാരെ പല രോഗത്തിനും സമീപിച്ചാൽ അവർ പറയുന്നത് എന്താ? എല്ലാ വൈദ്യന്മാരും പറയുന്നു നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കണമെന്നാണ്. തഹജ്ജുദിൻ്റെ മേത്ത് ഒരു തഹജ്ജുദ് എന്ന് പറയില്ലെങ്കിലും 4 മണിക്ക് എഴുന്നേൽക്കണം, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം. അവരെ നിർദ്ദേശ ശൈലിയിലാണ്. രോഗത്തിൽ നിന്ന് ശമനം കിട്ടാൻ ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ശാസ്ത്രം ഇന്ന് പറയുന്നുണ്ടെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, തഹജ്ജുദിന് നിങ്ങൾ എഴുന്നേൽക്കൂ, 2 റക്അത്ത് നിസ്കരിക്കൂ, ശാരീരാരോഗ്യം അത് ലഭിക്കും. ശരീരത്തിൻ്റെ രോഗങ്ങളെ തടയാൻ തഹജ്ജുദ് നിസ്കാരത്തിന് പവറുണ്ട്. പ്രഭാതം പുലരും മുമ്പേ നമുക്കറിയാം, പ്രഭാതം എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇനി നമ്മൾ പ്രഭാതത്തിലേക്ക് കിടക്കുകയാണ്. ഒരു സുന്നത്തും കൂടെ നമുക്ക് പറയാനുള്ളത്, റവാത്തിബ് സുന്നത്തുകൾ. നേരത്തെ ഉറങ്ങുന്ന സമയത്ത് ശൈത്താന് 3 കെട്ടിടുമെന്ന ഹദീസ് നമ്മൾ കേട്ടല്ലോ. മറ്റൊരു ഹദീസിൽ കാണാം, ഒരാൾ സുബഹിയായിട്ടും എഴുന്നേറ്റിട്ടില്ല എങ്കിൽ ബാലശൈത്താനു ഫീ ഉദ്നിഹി, അവൻ്റെ ചെവിയിൽ ശൈത്താൻ മൂത്രമൊഴിക്കും. അപ്പോൾ ശൈത്താന് വലിയ താല്പര്യമാണ് നമ്മൾ സുബഹിൻ്റെ സമയത്ത് കടന്നുറങ്ങണം എന്നുള്ളത്. ശൈത്താൻ മൂത്രമൊഴിക്കുമെന്നാണ് പറഞ്ഞത്. മൂത്രത്തിൻ്റെ എഫക്റ്റ് നമുക്കറിയാം. ഇന്ന് ശാസ്ത്രം ഏതൊരു വിഷയം ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലും മൂത്രം ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഗർഭം എങ്ങനെ മനസ്സിലാക്കുക? മൂത്ര ടെസ്റ്റിലൂടെയാണ്. അതുപോലെ പല രോഗങ്ങളും കണ്ടുപിടിക്കുന്നത് മൂത്രത്തിൻ്റെ ടെസ്റ്റ് നടത്തിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ പറഞ്ഞു, ശൈത്താൻ്റെ മൂത്രം അത് വലിയ എഫക്റ്റുള്ളതാണ്. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മീയതക്കും ബാധിക്കും. അതുകൊണ്ട് സുബഹി വരെ നിങ്ങൾ കടന്നുറങ്ങരുത്, അല്പം മുമ്പെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കണം. ശൈത്താനിൻ്റെ പൈശാചികമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഇത് വലിയൊരു മാർഗ്ഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രഭാതത്തിൻ്റെ മുമ്പ് തന്നെ നമ്മൾ എഴുന്നേൽക്കുക. പ്രഭാതം വളരെ പ്രധാനപ്പെട്ടൊരു സമയമാണ്. വിശുദ്ധ ഖുർആൻ സത്യം ചെയ്തുകൊണ്ടൊരു സമയമാണ്. നമുക്കറിയാം, വൽ ഫജ്ർ, ഫജ്റിനെ തന്നെയാണ് സത്യം. ആ സൂറത്തിൻ്റെ പേര് തന്നെ ഫജ്ർ എന്നാണ്. അതിലെ എല്ലാ തഫ്സീറും നിങ്ങൾ എടുത്തു നോക്കൂ. ഐ കുല്ലി ഫജ്രിൻ, എല്ലാ ദിവസത്തിൻ്റെയും പ്രഭാത സമയം അത് വളരെ മഹത്വമുള്ളതാണ്. അതെടുത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഭാതത്തെ നേരത്തെ പറഞ്ഞ 4 ടൈമുകളിൽ നിന്ന് ഒരു ടൈം പറഞ്ഞു തഹജ്ജുദിൻ്റെ സമയം. ഈ 2ാമത്തെ സമയം കൂടെ ഇതിലൂടെ ഏഡ് ചെയ്ത് പറയാൻ, പ്രഭാതത്തെ നമ്മൾ സുന്ദരമാക്കാൻ ഈ പറഞ്ഞ രൂപത്തിൽ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഇതാ സുബഹി ബാങ്കിലേക്ക് അടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സുന്നത്ത് നിസ്കാരം, റവാത്തിബ് സുന്നത്തുകൾ. അത് പരമാവധി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കണം. നാളെ ആഖിറത്തിൽ വരുന്ന സമയത്ത് ഒരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഫർള് നിസ്കാരങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പലതും നിബന്ധനകൾ ഒത്തിട്ടില്ല, പലതും വലിച്ചെറിയാൻ പറ്റിയതാണ്. അപ്പോൾ അവനാകെ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ നിസ്കാരം കൊണ്ടൊന്നും എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, കാരണം ഒന്നും സ്വീകാര്യമായിട്ടില്ല, പല ന്യൂനതകളും ഈ നിസ്കാരത്തിനുണ്ട്. ആ സമയത്ത്
ബേജാറായിരിക്കുന്ന സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, അവൻ്റെ ഏട് ഒന്നും കൂടെ പരിശോധിക്കൂ. സുന്നത്ത് നിസ്കാരങ്ങൾ അവൻ ആ ഫർളിൻ്റെ കൂടെയൊക്കെ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചത് അവൻ്റെ ഏടിലുണ്ടോ? അങ്ങനെ മലക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് അവൻ ധാരാളം സുന്നത്ത് നിസ്കരിച്ച ഒരാളാണെങ്കിൽ ഫർളിൽ വന്നുപോയ ന്യൂനതകളെ പരിഹരിക്കാൻ ഈ സുന്നത്തിന് പവറുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അവൻ രക്ഷപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി വെറും ഒരു ഫർളിൽ ഒതുക്കാതെ, നമ്മളൊക്കെ SYSൻ്റെ SSFൻ്റെ മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകരാണ്. ഒരു പ്രവർത്തകർ മാതൃകാ ജീവിതം നയിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് 2-3 മിനിറ്റ് മതി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ. മൊത്തത്തിൽ 22 റവാത്തിബ് സുന്നത്തുകൾ ഉണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. സുബഹിൻ്റെ മുമ്പ് 2 റക്അത്ത്, ശേഷം സുന്നത്തില്ല. അതുപോലെ ളുഹറിൻ്റെ മുമ്പ് 4 റക്അത്തുണ്ട്, ശേഷവും 4 റക്അത്തുണ്ട്. അസറിൻ്റെ മുമ്പ് 4 റക്അത്തുണ്ട്, ശേഷമില്ല. മഗ്രിബിൻ്റെ മുമ്പും ശേഷവും 2, ഇശാൻ്റെ മുമ്പും ശേഷവും 2, അങ്ങനെ ടോട്ടൽ 22 റക്അത്ത് റവാത്തിബ് സുന്നത്തുകളുണ്ട്. നമ്മളെ ഫർളിൽ വരുന്ന ന്യൂനതകളൊക്കെ ഈ സുന്നത്തുകളെ കൊണ്ട് പരിഹരിക്കപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ ഈ മഹബ്ബ ക്യാമ്പയിൻ്റെ ഭാഗമായി 5 സുന്നത്തുകൾ നമ്മൾ ചെയ്യുന്നവരെന്നായിരിക്കാം, അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഇതിൽ ഈ പറഞ്ഞ 22 നമുക്ക് പ്രയാസമാണെങ്കിൽ മുഅക്കദായ സുന്നത്ത്, വളരെ ശക്തിയായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സുന്നത്ത് 10 റക്അത്തുണ്ട്. അതെങ്കിലും നമ്മളെ ജീവിതത്തിൽ കൊണ്ട് നടക്കണം. അതിൽ ഒന്നാണ് സുബഹിൻ്റെ മുമ്പുള്ള ആ 10 റക്അത്തുകളിൽ മുഅക്കദായ സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹ. മോനെ, 2 റക്അത്ത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നിനക്ക് ദുനിയാവും അതിലുള്ളത് സകലതും കിട്ടുന്നതിനേക്കാളും ഉത്തമമാണ് ആ 2 റക്അത്ത് സുന്നത്ത്. നമ്മളെ പ്രഭാതം തുടങ്ങാൻ, അപ്പോൾ സുബഹി ബാങ്ക് കൊടുത്തു. ഇനി നമ്മൾ സുന്നത്തിലൂടെയാണ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ. ആ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് റവാത്തിബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പവറുള്ള സുന്നത്ത് ആ സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ച് നമ്മൾ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ. ആ സുന്നത്തിൽ മറ്റുള്ള സുന്നത്തുകളിൽ നിന്ന് വിപരീതമായി, വ്യത്യസ്തമായി 2 സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. സാധാരണ 1 റക്അത്തിൽ 1 സൂറത്താണ്. ഫർളിലാണെങ്കിലും സുന്നത്തിലാണെങ്കിലും സുന്നത്ത് നിസ്കാരങ്ങളിലും സൂറത്ത് ഓതണം. ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഫർളുമായിട്ട് കുറേ വ്യത്യാസമുണ്ട്, അപ്പോൾ അതിൽ സൂറത്തൊന്നുമില്ല, പിന്നെ അത്തഹിയ്യാത്ത് പകുതിയുള്ളൂ എന്നൊക്കെ പറയുന്നത്. ഒരു ഫിഖ്ഹിൻ്റെ കിതാബിലും പറഞ്ഞിട്ടില്ല സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് അത്തഹിയ്യാത്ത് ഓതുമ്പോൾ അല്ലാഹു സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അങ്ങനെയില്ല. അവസാനത്തെ അത്തഹിയ്യാത്ത് എന്ന കിതാബിൽ പഠിപ്പിച്ചത് അത് ഫർളാവട്ടെ സുന്നത്താവട്ടെ അത് ഫുള്ളോതണം. ഇനി ഫുള്ളോതാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിലും ഒരു ദുആ ഏതായാലും ഒഴിവാക്കരുത്. അതേതാണെന്നറിയോ? അദാബുൽ ഖബറിനെ, അതുപോലെ തന്നെ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് കാവൽ തേടുന്ന ദുആൻ്റെ അവസാനത്തിലില്ലേ, ആ ദുആ ഒരിക്കലും ഒരു സുന്നത്താണെങ്കിലും ശരി ഒഴിവാക്കരുത്. ഒഴിവാക്കൽ കറാഹത്താണ്. അങ്ങനെ സുന്നത്ത് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് സൂചിപ്പിച്ചതാണ്. അപ്പോൾ സുന്നത്ത് നിസ്കാരാണെങ്കിലും അത്തഹിയ്യാത്ത് ഫുള്ള് തന്നെയാണ് ഓതേണ്ടത്. പകുതി തന്നെ അത്തഹിയ്യാത്ത് ഇല്ല. അത് 1ാമത്തെ അത്തഹിയ്യാത്ത്, 2 അത്തഹിയ്യാത്തുള്ളിടത്ത് 1ാമത്തെ അത്തഹിയ്യാത്ത് അല്ലാഹു സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വരെയാണ്. അവസാനത്തെ അത്തഹിയ്യാത്ത് അത് സുന്നത്താവട്ടെ ഫർളാവട്ടെ പൂർണ്ണമായും ഓതണം. ഇനി പൂർണ്ണമായി ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ദുആ ഒരിക്കലും ഒഴിവാക്കരുത്. അത് കറാഹത്താണ് ഒഴിവാക്കൽ. അതുപോലെ തന്നെ വജ്ജഹത്തു, സുന്നത്ത് നിസ്കാരത്തിൽ വജ്ജഹത്തുണ്ട്, ദുആഉൽ ഇഫ്തിതാഹ് ഉണ്ട്. തറാവിയൻ്റെ ഒക്കെ വിഷയം വരുന്ന സമയത്ത് പലപ്പോഴും പറയാറുണ്ട്, വജ്ജഹത്ത് ഒഴിവാക്കൽ കറാഹത്താണ്, ഔദ് ഒഴിവാക്കൽ കറാഹത്താണ്. അത് സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിലും ശരി. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുആഉൽ ഇഫ്തിതാഹ് സുന്നത്തിൽ നമ്മൾ ഉപേക്ഷിക്കരുത്. ഇനി വജ്ജഹത്ത് ഫുൾ ഓതാൻ നമുക്ക് സമയമില്ലേ, അതിന് പകരം മഹാന്മാർ പഠിപ്പിച്ച ദുആ ഉണ്ട്, അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീ. അതെങ്കിലും ചെയ്യാൻ, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹു വബിഹംദിക എന്നുള്ള ആ ദിക്ർ.
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇങ്ങനെ ഈ ദുആഉൽ ഇഫ്തിതാഹ് എന്ന് പഠിപ്പിക്കപ്പെട്ട വജ്ഹത്ത് പൂർണ്ണമായി നമുക്ക് ഓതാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് പകരം നിൽക്കുന്ന ഈ ദുആ എങ്കിലും നമ്മൾ നടത്തണം, ഇല്ലെങ്കിൽ കറാഹത്താണ്. അപ്പോൾ ഏത് സുന്നത്ത് നിസ്കാരാണെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദുആഉൽ ഇഫ്തിതാഹ് വേണം, അഊദ് വേണം, സൂറത്ത് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ സൂറത്ത് ഓതണം. സൂറത്ത് ഓതൽ സുന്നത്താണ്. ഇനി അവിടെ ഒന്നും കൂടെ പറയാം, സൂറത്ത് ഓതാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ലേ, ഒരായത്തെങ്കിലും ഓതുക, ഒറ്റ ആയത്ത്. ഇന്ന ആയത്തൊയിനാക്കൽ കൗസർ മതി. സൂറത്ത് ഒഴിവാക്കിയാലുള്ള കറാഹത്തിൽ നിന്ന് ഒഴിവാകും, അസ്ലു സുന്നത്ത് ലഭിക്കുകയും ചെയ്യും. ഇത് സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് സുബഹിൻ്റെ സുന്നത്തിൽ 2 സൂറത്ത് ഓതൽ സുന്നത്ത്. അതിന് വലിയ മഹത്വം വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് സൂറത്തും അതുപോലെ തന്നെ കാഫിറൂന സൂറത്തും. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഖുൽ ഹുവല്ലാഹു. ഇനി മാറിപ്പോകാതിരിക്കാൻ വേണ്ടി മറ്റൊരു രൂപത്തിൽ പറയാം, അലം കൊണ്ട് തുടങ്ങുന്ന 2 സൂറത്ത്, അലം നശ്റഹ്, അലം തറ കൈഫ. കുൽ കൊണ്ട് തുടങ്ങുന്ന 2 സൂറത്ത്, കുൽ യാ അയ്യുൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു. ഇതിൽ നിന്ന് ഒരു അലം ഒരു കുൽ ഒന്നാമത്തെ റക്അത്തിൽ വരണം, മറ്റൊരു അലം കുൽ രണ്ടാമത്തെ റക്അത്തിൽ വരണം. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് കുൽ യാ അയ്യുൽ കാഫിറൂൻ, 2 അലം തറ കൈഫ ഖുൽ ഹുവല്ലാഹു. ബാസൂർ പോലത്തെ അർശസ് മൂലക്കുരു പോലത്തെ രോഗങ്ങളിൽ നിന്ന് ശമനം ലഭിക്കുമെന്നാണ് ഈ 2 സൂറത്തുകൾ, അലം നശ്റഹ് സൂറത്തും അതുപോലെ തന്നെ അലം തറ കൈഫ സൂറത്തും ഓതി സുബഹിൻ്റെ സുന്നത്തൊരാൾ പതിവായിട്ട് ആ സൂറത്തുകൾ ഓതുകയാണെങ്കിൽ ബാസൂർ, മൂലക്കുരു ഇത്തരം അസുഖങ്ങളിൽ നിന്ന് ശമനം ലഭിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മഹാന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. കാഫിറൂന, ഇഖ്ലാസ് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട സൂറത്തുകളാണ്. ഖുർആനിൻ്റെ 1/3 ഓതിയ കൂലിയാണ് ഖുൽ ഹുവല്ലാഹുൽ. ഖുർആനിൻ്റെ 4/1 ഭാഗം ഓതിയ കൂലിയാണ് കാഫിറൂന സൂറത്തിൽ. അപ്പോൾ ഈ 2 സൂറത്തുകളും ജമ്മ് ചെയ്തുകൊണ്ട് സുബഹിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ആ സുന്നത്തിന് ശേഷം നമുക്ക് സൗകര്യമാണെങ്കിൽ ഒരു ചെറിയൊരു കിടത്തം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നിട്ടുണ്ട്, അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഖബറിനെ ഓർത്തുകൊണ്ട് നമ്മൾ ഖബറിൽ കിടക്കുന്ന കിടത്തുണ്ടല്ലോ, വലതു ഭാഗത്ത് ചെരിഞ്ഞ് കിബിലയിലേക്ക് ഫുൾ ഭാഗം മുൻഭാഗം വരുന്ന രൂപത്തിൽ ഒരു ചെറിയൊരു കിടത്തം, അത് സുന്നത്താണ്. ഈ മഹബ്ബ ക്യാമ്പയിനിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്ത് വിശദീകരിക്കുന്ന ഈ ഒരു സെഷനിൽ ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇത്തരം സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക. ഇതിനൊക്കെ കുറഞ്ഞ സമയം മതി, കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ സുന്നത്തുകൾ മാത്രമാണ് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആ കിടത്തത്തിലോ ഇനി കിടക്കുന്നില്ലെങ്കിൽ ഇരുന്നിട്ടോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുന്ന ഒരു ദിക്ർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ ഇസ്രാഫീല വ മീകായില വ റബ്ബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഇനി ഒന്നും കഴിയില്ലെങ്കിൽ അല്ലാഹുമ്മ അജിർനി മിനന്നാർ 3 പ്രാവശ്യം നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്ന ആ ദിക്ർ, ആ ദുആ സുബഹിൻ്റെ ശേഷം നടത്തുക. ഇനി സുബഹി നിസ്കാരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൻ്റെ ഇടക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പിന്നീട് ചില ദിക്റുകൾ അതിൻ്റെ ഇജാസത്തും മറ്റു കാര്യങ്ങളൊക്കെ നൽകുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു ദിക്ർ അതിപ്പം ഞാൻ സൂചിപ്പിക്കാം. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നത്തിലൂടെ പല ആരിഫീങ്ങൾക്കും അവിടുന്ന് നൽകിയ ഒരു ദിക്റുണ്ട്. നമ്മളൊക്കെ പേടിക്കുന്നൊരു വിഷയമാണ്, ബേജാറാകുന്നൊരു രംഗമാണ് മരണഘട്ടം എന്നുള്ളത്. ആഖിബത്ത് നന്നാകാൻ വേണ്ടി ദോരക്കാത്തൊരു മുഅ്മിനുണ്ടാവില്ല. അമ്പിയാക്കളെ ദുആ തന്നെ തവഫനി മുസ്ലിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് നല്ലൊരു മരണം നമുക്ക് ലഭിക്കണം. നല്ല മരണം ലഭിക്കാൻ മഹാന്മാർ നിർദ്ദേശിച്ച പല കാര്യങ്ങളുണ്ട്. അതിൽ അല്ലാഹു തആലയും അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആരിഫീങ്ങൾക്ക് അറിയിച്ചു കൊടുത്തൊരു ദിക്ർ മഹാനായ അബ്ദുൽ വഹാബ് ഷറാനി റഹ്മത്തുള്ളാഹി തങ്ങൾ അവിടുത്തെ ലവാക്കിഉൽ അൻവാറിൽ പറഞ്ഞ ദിക്ർ, യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത്.
യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ. ഇതൊരു 40 പ്രാവശ്യം സുബഹിൻ്റെ സുന്നത്ത് നിസ്കരിച്ച ശേഷം 2 മിനിറ്റ് മതി, 2 മിനിറ്റ്, കൂടുതലൊന്നും സമയം വേണ്ട. സുബഹിൻ്റെ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ഈ ദിക്ർ നമ്മൾ പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് അയാൾ മരിക്കണ സമയത്ത് ആഖിബത്ത് നന്നായിട്ട് മരിക്കുള്ളൂ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ആ മഹത്വമുള്ള ദിക്ർ ഈ സുന്നത്തിന് ശേഷം നമ്മൾ പതിവാക്കുക. അതുപോലെ തന്നെ സുബഹി നിസ്കാരത്തിലേക്ക് കിടക്കുകയാണ്, ജമാഅത്തായി തന്നെ നമ്മൾ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം. സുബഹി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത്, സുബഹിൻ്റെ ജമാഅത്ത് എന്ന് പറയുന്നത് ജമാഅത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പവറുള്ള ജമാഅത്താണ് സുബഹിൻ്റെ ജമാഅത്ത്. മുനാഫിക്കീങ്ങൾക്ക് ഏറ്റവും ഭാരമുള്ള ജമാഅത്താണ് സുബഹിൻ്റെ ജമാഅത്ത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞ ശേഷം ഹാജരെടുത്തു എന്ന് പറഞ്ഞാൽ ചില വ്യക്തികളെ പേരെടുത്തുകൊണ്ട് ചോദിച്ചു, അയാൾ വന്നില്ലേ, ഫുലാൻ ഇല്ല വന്നിട്ടില്ല. അപ്പോൾ പറഞ്ഞൊരു ഹദീസ, സുബഹിൻ്റെ ജമാഅത്ത് എന്ന് പറയുന്നത്, സുബഹി നിസ്കാരം എന്ന് പറയുന്നത് മുനാഫിക്കീങ്ങൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ് സുബഹിൻ്റെ ജമാഅത്ത്. ബാക്കി എല്ലാ ജമാഅത്തും വേണം. ഞാൻ ഇത് ഈ പ്രഭാതത്തിൻ്റെമായി ബന്ധപ്പെട്ടത് കൊണ്ട് മാത്രം സൂചിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും നാട്ടിലുണ്ടാകുന്ന സമയം അല്ലേ, ഉസ്താദുമാരെല്ലാം മറ്റുള്ളവരൊക്കെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തും. സുബഹിൻ്റെ സമയത്ത് എല്ലാവരും നാട്ടിലുണ്ടാവും അല്ലേ. അപ്പോൾ തൊട്ടടുത്തുള്ള പള്ളിയിലേക്കൊന്ന് പോയി ആ ജമാഅത്തിൽ സംബന്ധിക്കുക. രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന ഔലിയാക്കളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? നമുക്കങ്ങനെ കഴിയുന്നില്ല എങ്കിൽ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച ആ പ്രതിഫലം ലഭിക്കാൻ സുബഹി ജമാഅത്തിന് പവറുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുബഹിൻ്റെ ജമാഅത്ത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. ആ സുബഹിൻ്റെ ശേഷമുള്ള സ്പെഷ്യലായ ഒരു ദിക്ർ അതും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സാധാരണ നമ്മൾ ചെല്ലുന്ന നമസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്റുകളൊക്കെ വലിയ മഹത്വമുള്ളതാണ്, പവറുള്ളതാണ്. അതിൽ സുബഹിൻ്റെ ശേഷമുള്ള പ്രഭാതം ആ നിസ്കാരം മലക്കുകളൊക്കെ 2 മലക്കുകളും സാക്ഷിയാകുന്ന നിസ്കാരമാണ്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ, വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു. സുബഹി നിസ്കാരം ഷിഫ്റ്റായി വരുന്ന മലക്കുകളുണ്ട്. സുബഹിക്കൊരു കൂട്ടം ജമാഅത്തിന് ഇറങ്ങിയാൽ അവർ അസർ നിസ്കരിച്ചാൽ പിന്നെ പോവുക. അസർ നിസ്കാരത്തിൽ നമ്മളെ കൂടുന്ന മലക്കുകൾ സുബഹി നിസ്കരിച്ചിട്ടാണ് പോവുക. അപ്പോൾ സുബഹി നിസ്കാരത്തിൽ 2 വിഭാഗം മലക്കുകളും സാക്ഷിയാകുന്ന നിസ്കാരമാണ്. അതിനുകൊണ്ട് തന്നെ വലിയ പവർ അതിനുണ്ട്. ആ നിസ്കാരത്തിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ 10 പ്രാവശ്യം നമ്മൾ അവിടെ ഒരു നിബന്ധന ഹദീസിൽ കാണാം. നമ്മൾ എങ്ങനെയാണോ അത്തഹിയാത്തിൽ ഇരുന്നത് ആ ഇരുത്തം ചേഞ്ച് ചെയ്യാതെ ഈ ദിക്ർ 10 പ്രാവശ്യം ചെല്ലണം. ചില ആൾക്കാർ കാലിങ്ങനെ വെച്ചിട്ടുണ്ടാകാം, എങ്കിൽ കാലങ്ങനെ തന്നെ വെക്കണം. അല്ല, ചെരിച്ച് വെച്ചവരുണ്ടാകാം, അവരങ്ങനെ തന്നെ വെച്ചാൽ മതി. അഫ്ളലായ രൂപം തന്നെ അത്തഹിയാത്തിൻ്റെ ഒരു 2 മിനിറ്റ് നമുക്ക് എടുക്കാൻ പ്രയാസമില്ലല്ലോ. കഴിയുന്ന പരമാവധി നമ്മളെ അത്തഹിയാത്തിൽ നമ്മളെ ഇബാദത്തിലെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ശരിക്ക് ശാസ്ത്രീയമായിട്ട് നമ്മൾ ആരോഗ്യവശമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്ക് നമ്മൾ ആരോഗ്യം ലഭിക്കുന്ന ഇരുത്താണ് ആ ഇരുത്തം, കാല് മടക്കി വെച്ചിട്ടുള്ള ഇരുത്തം. പക്ഷേ പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല മാത്രം. അത്തഹിയാത്തിലെങ്കിലും നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ അത്തഹിയാത്തിൽ ഇരുന്നത് ആ ഇരുത്തം ചേഞ്ച് ചെയ്യാതെ ഈ ദിക്ർ 10 പ്രാവശ്യം ചൊല്ലിയാൽ 7 മഹത്വങ്ങൾ, 7 നേട്ടങ്ങൾ ഈ ഒരൊറ്റ ദിക്റിലൂടെ ലഭിക്കും. 1, 10 പ്രാവശ്യമാണ് ഈ ദിക്ർ നമ്മൾ ചെല്ലുന്നത്. അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട ദിക്റുകൾ കൊണ്ടപ്പെട്ട ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള ദിക്ർ. അപ്പോൾ അത് 10 പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ അദ്ദേഹത്തിൻ്റെ 10 ദോഷങ്ങൾ അല്ലാഹു തആല പൊറുക്കും. 1, 10 ദറജകൾ സ്വർഗത്തിൽ അല്ലാഹു തആല അദ്ദേഹത്തിന് ഉയർത്തി കൊടുക്കും. 2, അതുപോലെ തന്നെ 10 ഹസനത്തുകൾ, അദ്ദേഹത്തിൻ്റെ ഹസനാത്തിൻ്റെ ഏടിൽ 10 നന്മകൾ അല്ലാഹു തആല രേഖപ്പെടുത്തും. 3, നാലാമത്തത് 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം.
ഒറ്റ ദിക്റ് കൊണ്ട് സുബഹിൻ്റെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്നത് ഈ പറഞ്ഞ നിബന്ധനത്തുകൊണ്ട് ഒരാൾ 10 പ്രാവശ്യം ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടാണ് ഈ 7 എണ്ണം പറയുന്നത്. 4 എണ്ണം പറഞ്ഞു. അടിമകളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടിമ സമ്പ്രദായം വളരെ അപൂർവമാണ്, നമുക്കൊന്നും പരിചയമില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഒരടിമയെ ഒരാൾ മോചിപ്പിച്ചാൽ അദ്ദേഹത്തെ പൂർണ്ണമായും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാൾ 10 പ്രാവശ്യം നരകത്തിൽ പോകാൻ അർഹനാണെങ്കിലും ഈ ദിക്റ് 10 പ്രാവശ്യം ചൊല്ലിയാൽ നരകമോചനം ലഭിക്കും. ഇനി 3 കാര്യങ്ങൾ, 3 പ്രൊട്ടക്ഷനുകളാണ് നമുക്ക് ലഭിക്കുന്നത്. 3 കാര്യങ്ങൾ ഇനി പറയുന്ന 3 എണ്ണം. അതിലൊന്ന് ശൈത്താനിൽ നിന്നുള്ള കാവൽ. പ്രഭാതമാണ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. ശൈത്താനിൽ നിന്നുള്ള കാവൽ ലഭിക്കും. 6. തെറ്റുകുറ്റങ്ങളിൽ നിന്നുള്ള കാവൽ ലഭിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു തഹജ്ജുദ് നിസ്കാരത്തിനും ആ ഒരു പവറുണ്ട്. മറ്റൊരു പവർ പറഞ്ഞത് ഈ ദിക്റിനാ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ആ അന്നത്തെ പ്രഭാതം അവന് തെറ്റുകളില്ലാതെ ജീവിക്കാനുള്ള ഒരു പ്രേരണ ഈ ദിക്റിലൂടെ അവനക്ക് ലഭിക്കും. 7 അപകടങ്ങളിൽ നിന്നുള്ള കാവൽ. ഇതാരാണ് ആഗ്രഹിക്കാത്തത്? അപ്പോൾ ഇത് സുബഹിൻ്റെ ശേഷം 10 പ്രാവശ്യം ഈ ദിക്റ് ഒരാൾ പതിവാക്കിയാൽ ആ പറഞ്ഞ നേട്ടങ്ങൾ, പ്രൊട്ടക്ഷനുകൾ ഏത് വരെ തുടരുന്നറിയോ? അന്ന് മഗ്‌രിബ് വരെ തുടരും, ആ ദിവസം പകൽ ഫുള്ള്. ഇനി ഇതേ ദിക്റ് തന്നെ മഗ്‌രിബിനും വരുന്നുണ്ട്. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഇതേപോലെ ഒരാൾ ചൊല്ലിയാൽ പിറ്റേന്ന് സുബഹി വരെ ഈ പറഞ്ഞ 7 നേട്ടങ്ങളും ലഭിക്കും, 3 പ്രൊട്ടക്ഷനുകളും ലഭിക്കും. അപ്പോൾ ദിവസം ഫുള്ളായി. അപ്പോൾ ഒരാൾ സുബഹിൻ്റെ ശേഷവും മഗ്‌രിബിൻ്റെ ശേഷവും ഈ ദിക്റ് പതിവായി ചൊല്ലിയാൽ അവൻ്റെ ജീവിതം മുഴുവനും ഈ പറഞ്ഞ പ്രൊട്ടക്ഷനുകളും ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ ലഭിക്കും. ഒറ്റ ദിക്റിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ ചെയ്ത 7 നേട്ടങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ നിലക്ക് ആ സുബഹിൻ്റെ ശേഷമുള്ള ദിക്റുകൾ, മറ്റ് ദിക്റിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പ്രഭാതമായതുകൊണ്ട് ഇത് മാത്രം സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ പ്രഭാതം നല്ലൊരു തുടക്കമായിരിക്കണം. ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ നിസ്കാരങ്ങളും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകളും അതുപോലെ തന്നെ മറ്റ് ദിക്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നല്ല ചിട്ടയൊത്ത ഒരു ജീവിതം നമുക്ക് ലഭിക്കണം. അതിന് തുടക്കം മുതൽ, ഉണർന്നത് മുതൽ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പ്രഭാതത്തിന് വലിയ ബറക്കത്തുണ്ട്. ആ സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. പ്രഭാത സമയം, സുബഹിൻ്റെ ശേഷമുള്ള സമയം ഒരിക്കലും നമ്മൾ കിടന്നുറങ്ങരുത്. അത് വലിയ നഷ്ടം ഉണ്ടാക്കി തീർക്കും. സുബഹിൻ്റെ ശേഷമുള്ളവർ കറാഹത്താണ്, ഇസ്ലാമിക വിധി പ്രകാരം അത് കറാഹത്താണ്. മാത്രമല്ല നമുക്ക് ശാരീരികമായിട്ടും ആത്മീയമായിട്ടൊക്കെ വലിയ നഷ്ടങ്ങളുണ്ടാകും. അല്ലാത്തവർക്കോ നല്ല ബറക്കത്തുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്ത സമയമാണ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുക്കൂരിഹ, പ്രഭാതത്തിൽ എൻ്റെ ഉമ്മത്തിന് നീ ബറക്കത്ത് കൊടുക്കണേ. അപ്പോൾ ആ ബറക്കത്ത് അല്ലാഹു തആല ചൊരിയുന്ന സമയത്ത് നമ്മൾ കിടന്നുറങ്ങരുത്. നമുക്ക് കച്ചവടം തുടങ്ങാൻ പറ്റിയ സമയം, ഏത് സംരംഭങ്ങളും പഠനമാവട്ടെ പഠിപ്പിക്കലാവട്ടെ സുബഹിൻ്റെ ശേഷം നമ്മൾ തുടങ്ങുകയാണ്. ആ പ്രഭാത സമയം വലിയ ബറക്കത്തുള്ള സമയമാണ്. അതുകൊണ്ടാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റഹ്മത്തുള്ളാഹി തങ്ങൾ ബറക്കത്തുള്ള ജീവികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ എണ്ണിയത് കാണാം, ആട്, കോഴി. ആട് ബറക്കത്തുള്ള ജീവിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുബഹിൻ്റെ മുമ്പ്, സുബഹിൻ്റെ സമയത്ത് നിങ്ങളൊന്ന് ആട്ടുംകുട്ടിലേക്ക് പോയി നോക്കിയാൽ ആട് എഴുന്നേറ്റ് നിന്നിട്ടുണ്ടാവും. അത് തലക്ക് അങ്ങോട്ടൊക്കെ കുലുക്കി അതിൻ്റേതായ ഒരു ഇബാദത്ത് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആടിന് വലിയ ബറക്കത്താണ്. എത്ര സ്ഥലത്താണ് ആടുകൾ അറുക്കുന്നത്, എന്നിട്ട് ആടിന് വല്ല കുറവുണ്ടോ? കോഴി, പൂവൻകോഴി നമുക്കറിയാം, സുബഹിൻ്റെ മുമ്പ് തന്നെ എഴുന്നേൽക്കും. അത് മറ്റുള്ളവരെ ഉണർത്തുന്ന ജീവിയാണ്. കോഴി കൂവുമ്പോൾ നിങ്ങൾ ദുആ ചെയ്യണം, അപ്പോൾ മലക്കുകൾ ഇറങ്ങി വരുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രഭാത സമയത്ത് എഴുന്നേൽക്കുന്ന കോഴിക്ക് അല്ലാഹു തആല വലിയ ബറക്കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രഭാത സമയം ജീവികൾ, ഇനി പ്രകൃതി തന്നെ നോക്കൂ നിങ്ങൾ. പ്രകൃതി ഉണരുന്ന സമയമാണ് പ്രഭാതം. പ്രകൃതി നമ്മൾ പരിശോധിച്ചാൽ സസ്യങ്ങൾ, ചെടികൾ, പൂവുകൾ എല്ലാം പ്രഭാതമാകും ഉണർന്നു വരികയാണ്. പക്ഷെ ആ സമയത്ത് ഉറങ്ങുന്ന ചില ജീവികളുണ്ട്. അതിൽപ്പെട്ടെന്നാണ് നായ. അതുകൊണ്ട് നായക്കൊരു ബറക്കത്തുമില്ല. നായനെ എവിടെയെങ്കിലും അറുക്കാറുണ്ടോ?
അപൂർവമായിട്ട് നമ്മൾ കേൾക്കുന്നു എന്നല്ലാതെ. അപ്പോൾ ആ പ്രഭാത സമയം ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ വലിയ ബറക്കത്തുള്ള സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രഭാതം സുന്ദരമാക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിൻ്റെയും സ്റ്റാർട്ടിംഗ് ആയ ആ സമയം നല്ല റാഹത്തോടുകൂടെ ഉണർന്ന് എഴുന്നേറ്റ് നമ്മുടെ പ്രവർത്തന ഗോതയിലേക്ക് നമ്മൾ ഇറങ്ങാനും എന്നല്ല ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ ബറക്കത്തുകളും സന്തോഷങ്ങളും നമുക്ക് ലഭിക്കുവാനും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. പ്രധാനമായും വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ അടയാളങ്ങൾ മഹാന്മാർ എണ്ണി പറയുമ്പോൾ 1 നമ്പറായി എണ്ണുന്നത് ഇത്തിബാണ്, അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവരലാണ്. ഇൻഷാ അല്ലാഹ് ഈ മഹബ്ബ ക്യാമ്പയിനിലൂടെ നമ്മുടെ സംഘാടകർ നേതൃത്വം ലക്ഷ്യം വെച്ചതും അതുകൊണ്ടാണ്. ഈ ക്യാമ്പിലൂടെ ഒരു സുന്നത്തെങ്കിലും നമ്മൾ അതിൻ്റെ പ്രതിഫലം അറിഞ്ഞുകൊണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൻ്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. ഒരാൾ സുന്നത്ത് ചെയ്താൽ എന്നല്ല പറഞ്ഞത്, മൻ അഹബ്ബ സുന്നത്തി എന്നാണ് പറഞ്ഞത്. എൻ്റെ സുന്നത്തിന് ഒരാൾ മഹബ്ബത്ത് വെച്ചാൽ, അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്നോടുള്ള മഹബ്ബത്തിൻ്റെ പേരിലായിരിക്കണം അത് ചെയ്യുന്നത്. ആ ഒരു മഹബ്ബത്തോടുകൂടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാനമായി ബിൽ ജന്ന, നമുക്ക് സ്വർഗത്തിലെത്തണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഈ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനും അത് മുഖേന അള്ളാഹുവിൻ്റെ മഹബ്ബത്ത്, അള്ളാഹുവിനോടുള്ള സാമീപ്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് കരസ്ഥമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.